മുഷാവറയിൽ ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. സമസ്തയിൽ അധ്യക്ഷന്റേത് അവസാന വാക്കാണ്. അതനുസരിക്കേണ്ടത് സമസ്ത അംഗങ്ങളുടെ കടമയാണ്. സമസ്ത അധ്യക്ഷൻ പുറത്തു നിൽക്കാൻ പറഞ്ഞാൽ പുറത്തു നിൽക്കണമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ചേർന്ന മുഷാവറ യോഗത്തിൽ നിന്ന് സംസ്ഥയുടെ പ്രസിഡന്റ് തന്നെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് സംസ്ഥ ഇറക്കിയൊരു വാർത്താക്കുറിപ്പ് നിങ്ങൾ കണ്ടല്ലോ. ആ വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു വിഷയം പറയുന്നില്ല. സമയം നീണ്ടുപോയപ്പോൾ നേരത്തെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി മീഡിയകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ബഹാവുദ്ദീൻ നദ്വി ആ കാര്യം വിശദമായി തന്നെ പറയുന്നുണ്ടല്ലോ. ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് അദ്ദേഹം അത് പറയാൻ നിർബന്ധിതനായതാണ്. മീഡിയയിൽ വന്നു, ഞാനും അത് കണ്ടു. ഉമർ ഫൈസിയെ പുറത്ത് നിൽക്കാൻ പറഞ്ഞത് ബഹാവുദ്ദീൻ നദ്വിയാണ് എന്ന് ഒരു മീഡിയയിൽ വന്നു. സ്വാഭാവികമായും അദ്ദേഹം ഉമർ ഫൈസിയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആരോ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതനാവുകയാണ്, ഉമർ ഫൈസിയോട് പുറത്ത് നിൽക്കാൻ ആ ചർച്ചയുടെ ഭാഗമായി താങ്കളില്ലാതെ ചർച്ച ചെയ്യണമെന്ന അർത്ഥത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടൻ തന്നെ ഉമർ ഫൈസി ഞാൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം ഒരു കടുത്ത പരാമർശം നടത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും സമസ്തയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ അവസാന വാക്കാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് അനുസരിക്കുക എന്നത് ഞങ്ങളുടെയൊക്കെ കടമയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ മുതിർന്നൊരു ബോഡിയായ മുഷാവറയിലെ അംഗം എന്ന രീതിയിൽ തീർച്ചയായും അദ്ദേഹം അത് പാലിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് പാലിച്ചില്ല എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനമായി വിലയിരുത്തപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ നദ്വിയുടെ വോയിസിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് കൊണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ സമസ്തയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെ വന്നതുകൊണ്ട് അത് അവലംബിച്ചുകൊണ്ടേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റൂ. എന്താണെങ്കിലും സമസ്ത അധ്യക്ഷൻ പുറത്തു നിൽക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ പുറത്തു നിൽക്കാനും അതിനുശേഷം അവർ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാനും ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ കടുത്ത അച്ചടക്ക ലംഘനമാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. നടപടി എടുക്കേണ്ടതും അതുപോലെ തന്നെ നടപടി അവസാനിപ്പിക്കേണ്ടതും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതും എല്ലാം യഥാർത്ഥത്തിൽ ആ ബോഡി തന്നെയാണ് ഇതിൻ്റെ അന്തിമ ബോഡി. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമോന്നത ബോഡി എന്ന് പറയുന്നത് മുഷാവറയാണ്. ആ 40 അംഗ മുഷാവറയിലെ അംഗങ്ങളിൽപ്പെട്ട ആളുകൾ എല്ലാം അറിയാവുന്നൊരു കാര്യമായിരിക്കാം സംഭവിച്ചത്. നമ്മളതിൽ പങ്കെടുത്തില്ല. ഞങ്ങൾ സുന്നി മഹല്ല് ഫെഡറേഷനും അതുപോലെ തന്നെ SKMM മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷനും രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് ഇന്ന് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടത്തിയിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ വന്നതാണ് ഞങ്ങൾ. എൻ്റെ കൂടെ പുത്തനൈ മൊയ്തീൻ ഫൈസി അതുപോലെ തന്നെ SMFൻ്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരുമുണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ നമ്മളെ ബന്ധപ്പെടുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അച്ചടക്ക ലംഘനം അതുപോലെ തന്നെ അച്ചടക്കം എന്നിത്യാദി കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഷാവറയാണ്. അവിടെ തന്നെയാണല്ലോ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് അതിന് തീരുമാനം ആ ബോഡി എടുത്തുകൊള്ളൂ. നമ്മളതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ആവശ്യപ്പെട്ടൊരു കത്ത് നൽകുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇത് അനുഭവിച്ച ആളുകൾ തന്നെ അതിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നീട് ഒരു കത്ത് നൽകി നമ്മൾ ആ കാര്യം ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരു വിഷയം ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാൻ കരുത്തുള്ള നേതൃത്വം സമസ്തയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പക്ഷേ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് മുഷാവറയിൽ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുമോ? അതൊരു കുടുംബത്തിൻ്റെ കാര്യമായി നമുക്ക് കണ്ടാൽ പോരെ. നിങ്ങളത് പർവ്വതീകരിക്കാതിരുന്നാൽ എത്ര നല്ലതാണ്. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും മനോഹരമായി പല സംഘടനകളിലും പല പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം സമസ്യയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തെ പർവ്വതീകരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നല്ലത് എന്നാണ് നമ്മുടെ അഭിപ്രായം.